നട്ടപ്പാതിര സമയം എന്തായി 11:55 റോട്ടുമ്മ കൂടെ നടക്കുന്ന ജസ്ന സലീം എങ്ങനെയുണ്ടാവും? കോക്കാച്ചി പിടിച്ചിട്ടില്ലെങ്കിൽ വീട്ടിലെത്തുമെന്ന് വീട്ടുകാരോട് പറഞ്ഞ് പേടിക്കണ്ട കേട്ടോ. എൻ്റെ കൂടെ മ്യോനുണ്ട് മോളുണ്ട്. കോക്കാച്ചി പിടിക്കുമ്പോൾ ആ മ്യാമൻ ഇതൊന്നും അറിയാണ്ട് വീട്ടിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. എടാ ഫോണിൻ്റെ ലൈറ്റ് അടിക്കടാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സമയത്ത് നടക്കുന്നത്. എൻ്റെ ഫേസിൽ വെള്ളം വെള്ളം വിളിച്ചു നട്ടുന്നത്. ഇത് മറ്റേ ജഗതി പോയതിൻ്റെ അതിരിയായിപ്പോയല്ലോ. മക്കളെ കല്യാണത്തിന് പോയതായിരുന്നു. കല്യാണത്തിന് പോലാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോളെ സൈഡിൽ കൂടി നടക്കാൻ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നമ്മൾ പോകാതിരുന്നാൽ, ഞാൻ പൊതുവേ ഇവിടുത്തെ ഫംഗ്ഷനുകളൊന്നും പോകാറില്ല. എല്ലാവർക്കും പരാതിയാണ്. ആ പരാതി അങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇത് ചെക്കനെയും പെണ്ണിനെയും ഞാൻ അറിയൂ കേട്ടോ. ചെക്കനും ചെക്കൻ്റെ ആങ്ങളനെയും പെണ്ണിൻ്റെ ആങ്ങളനെയും ഞാൻ അറിയൂ കേട്ടോ. രണ്ടുപേരും കൊയിലാണ്ടി പോലീസുകാരാണ്. ഒരാൾ കൊയിലാണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയി തോന്നുന്നു, ഒരാളിപ്പോൾ അവിടെ തന്നെയാണ്. ഞാൻ പോകുന്ന സമയത്ത് FIR ഇടാറ് ആ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീട്ടിലെ പാട്ടാട്ടോ കേൾക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയതാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നിട്ടില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടും കഴിച്ച 2 മഹത് വ്യക്തികൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. നിർബന്ധിക്കും അങ്ങനെ അങ്ങ് കഴിച്ചുകൂടല. നെയ്ച്ചോറും ബീഫായിരുന്നു, ചിക്കനും ആണ് ഇവർ കഴിച്ച. മോളെ പുല്ലിലേക്ക് നിൽക്കല്ലേ. അപ്പൊ ഞങ്ങള് നട്ടപ്പാതിരക്ക് റോട്ടിൽ കൂടി ഇങ്ങനെ 12 മണിയായി. 11:58 നട്ടപ്പാതിര റോട്ടുമ്മ കൂടി ഉല്ലാത്തി കളിക്കുകയാണ്. ജസ്ന നട്ടപ്പാതിരക്ക് നടക്കുന്നത് കണ്ടോ? അതായിക്കോട്ടെ തംബ്ലൈന്. ഒന്നും അറിയാതെ, ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞ് ഇവിടെ ഒരുത്തനുണ്ട്. നാളെ KSRTC ഡ്യൂട്ടിക്ക് പോകണമെന്നും പറഞ്ഞിട്ട് എപ്പോഴോ വന്ന് കിടന്നുറങ്ങുന്നു. അവന് ഞങ്ങൾ പോയതും അറിയില്ല, ഞങ്ങൾ അന്ന് ഫുഡ് കഴിച്ചതും അറിയില്ല. എന്തിന് വീട്ടിൽ കയറിയ ഉടുമ്പ് പുറത്ത് പോയിക്കോന്ന് പോലും ഓൻ ഓർമ്മല്ല. ഇനി ഓനെ കട്ടിലോട്ടിലങ്ങാൻ പോയി നോക്കേണ്ടി വരും. ഉടുമ്പ് ചിലപ്പോൾ ഓൻ്റെ കട്ടിലോട്ടിലുണ്ടാവും. അപ്പം അങ്ങനെയാണ് കല്യാണത്തിന് പോയി വന്നു ഗായ്സ്. ഒരുപാട് പാട്ടുകൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടോളൂ കണ്ടിട്ടോ. ചിലത് സൂപ്പറാണ്, പറയാൻ പറ്റൂല. ഒരു ചേട്ടൻ പാടിയത് എൻ്റെ പൊന്നാര ഗായ്സ്, അടിപൊളി പാട്ടായിരുന്നു. പക്ഷെ ചിലത് കേട്ടിരിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ, കൂവാൻ പറ്റില്ലല്ലോ. അങ്ങനത്തതാണ് ചിലത്. അതുകൊണ്ട് കൂവാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൂവിയില്ല. അതാണ് സംഭവം. ചെന്നൂരിയുടെ അൽമാറിയിൽ വെച്ചാൽ. അപ്പം അങ്ങനെയാണ് ഗൈസ്. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ഒന്ന് പോയിട്ട് കിടന്നുറങ്ങട്ടെ ഗൈസ്. ഞാൻ ഗുളികയും കുടിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ എത്തി ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് ഒരു പേടി ഉണ്ടായിരുന്നു. ഇന്നൊരു ഗുളിക ഞാൻ സ്കിപ്പ് ചെയ്തേക്കും, അതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പില്ല. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ബൈ ഫ്രം ഓക്കെ.